ഇൻ്റർനെറ്റിൻ്റെ ആക്സസിബിലിറ്റി പോലും ഇല്ലാത്ത ഇവിടെ എങ്ങനെയാണ് ഈ മറ്റേ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ നടത്താൻ പോകുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്? ലാബുകളില്ലാത്ത സ്കൂളുകൾ എത്രയോ ഉണ്ട് ഈ പറയുന്ന CBSE ഇതിൽ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശികമായ ഈ വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് ഇതൊന്നും ലഭ്യമാവുകയില്ല. കുട്ടികളെ ഗിനിപ്പന്നികളെ പോലെ ആണ് പലപ്പോഴും കാണുന്നത്. ഒക്കെ പരീക്ഷിക്കണം. ആലോചനകളില്ലാത്ത പരിഷ്കരണങ്ങൾ അതൊരിക്കലും വിദ്യാഭ്യാസ രംഗത്തെ കരിക്കുലം മാറ്റങ്ങൾ, ജെൻഡറൊക്കെ ഇഷ്യൂ ഒക്കെ ആയി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ചർച്ചകൾ എന്താ ഉണ്ടായി എന്നുള്ളത് അതിൽ ഏറ്റവും അധികം അറിയാവുന്ന ആളുകളാണ് നമ്മളൊക്കെ. അടുത്ത കാലത്തായി CBSEയിൽ നിന്ന് വരുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചില സമയങ്ങളിൽ നമുക്ക് അപ്രായോഗികമാണ്, വലിയൊരു ഡിസ്കഷൻ ഇല്ലാതെ വരുന്നതാണ്, ഒരു ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു സംശയമില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ഥാപനം നടക്കുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ അധ്യാപകർക്കും. എന്തൊക്കെ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്? നമ്മളവിടെ 25 കോടിയോളം വിദ്യാർത്ഥികളുണ്ട്, 15 ലക്ഷത്തോളം സ്കൂളുകൾ, 1 കോടിയോളം അധ്യാപകർ. ഇത് കേരളം തൊട്ട് കാശ്മീർ വരെയും അതുപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളും ഇതിനെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ആ രംഗത്ത് എന്തു കൊണ്ടുവരുമ്പോഴും ഇതെങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലുള്ള വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള സാമ്പത്തികാവസ്ഥയിലുള്ള സാമൂഹികാവസ്ഥയിലുള്ള ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് ആദ്യമേ ഒരു കണ്ണ് ഉണ്ടാകണം. അതാണ് പലപ്പോഴും ഇവിടെ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ളൊരു ചില ഡിവൈഡുകളുണ്ട്, സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില ഡിവൈഡുകൾ. ഈ ഡിവൈഡുകൾ മൂർച്ഛിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം നീതി ആയോഗിൻ്റെ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് അനുസരിച്ചും ഭയാനകമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പൂട്ടപ്പെടുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. UP, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളും സർക്കാരിൻ്റെ ബാധ്യത എന്താണ് എന്നുള്ളിടത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു തുറക്കേണ്ടത്. അപ്പം എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഞാൻ കരുതുന്ന വെച്ചാൽ ഇതിൽ 3 തരത്തിലുള്ള ഈ പരിഷ്കാരങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിയാത്മകമായ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ വളരെ പ്രതിലോമകരമായ അപകടകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തേന് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടത്തി. ഇന്ത്യ ഒട്ടുക്കുമുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 10-75 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഗുണപരമായൊരു വിലയിരുത്തൽ ആവശ്യമായിരുന്നു. പക്ഷെ അവിടെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം എന്തിന് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ഇതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട പദ്ധതികളോ പകലേ പിന്നെ അതെന്തില്ല ഇനി ഈ കൊല്ലം നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചും അതിൽ ചില അസന്തുലിതത്വങ്ങളുണ്ട്. വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിലൊക്കെയുള്ള അസന്തുലിത്വമുണ്ട്. ആ അസന്തുലിത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പ്രായോഗികമായ പദ്ധതികളോ നിർദ്ദേശങ്ങളിലേക്കോ പിന്നെന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടും പോയിട്ടില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ സിലബസിൻ്റെ പരിഷ്കരണത്തിന് എന്ത് ചെയ്തു? വളരെ അപകടകരമായ പലതും നമുക്കറിയാം ചരിത്രത്തേക്ക് വളരെ കഠിനമായ തോതിൽ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, ഒരാവശ്യമില്ലാത്തൊരു ഭാരതീയവൽക്കരണമുണ്ട്. എല്ലാത്തിലും എന്താണ് നമ്മളൊരു പാരമ്പര്യത്തെ കുട്ടികൾ പഠിക്കണമെന്നുള്ളൊരു ദുർവാശിയിലേക്കാണ്. പഠിക്കണം, ഒരു സംശയമില്ല. പക്ഷേ ആ ദുർവാശി എവിടത്തോളം വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വിസ് പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ 3 കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻ്റ് എന്താണ്? ഇന്ത്യയിലെ ശാസ്ത്ര പ്രതിഭകളുടെ ചരിത്രമാണ്, 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസായി എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് CBT എന്ന് പറയുന്നത്,
അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 50 മണിക്കൂർ നേരത്തെ പിന്നെ ഈ CBT എന്തിനാ എല്ലാ ടീച്ചേഴ്സും CBSE ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുണപരമായൊരു മാറ്റം ടീച്ചേഴ്സിനുണ്ടാകും എന്നുള്ള സംശയമൊന്നും ഇല്ല. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിനു വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വെറുതെ സർക്കാർ എന്തായാലും നടത്തുന്നതല്ല. അപ്പോൾ ഒരു ടീച്ചർ ഇതിന് 1400 രൂപ എന്ത് ചെയ്യണം, പേ ചെയ്യണം. സ്വാഭാവികമായിട്ട് ടീച്ചർ അല്ലെങ്കിൽ പിന്നെ സ്കൂളാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കുക. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ 50 മണിക്കൂർ 25 മണിക്കൂർ നേരത്തെ ഒരു ടീച്ചറുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ഒരു 6,000 രൂപ ഒരു ടീച്ചറുടെ മേലെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതൊന്നുകിൽ അത് നടക്കൂല, ടീച്ചേഴ്സിനെ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിലോ ഇതിൻ്റെ ഒരു ബേർഡൻ പാരൻസിൻ്റെ മുകളിലേക്ക് തന്നെയായിരിക്കും എന്ത് ചെയ്യുക പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി മറ്റേ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ പലതും ഈ സർക്കാർ സാമ്പത്തികമായും ഒരുപാട് ഇവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിന്യൂവലിൻ്റെ ഫീ കൂട്ടിയിട്ടുണ്ട്. CBSEയുടെ സ്പോർട്സിൻ്റെ എന്നൊരു ഫീ ഉണ്ട്, അത് 5,000 20,000 രൂപയ്ക്കായിട്ട് എന്താണ് മാറ്റിയിട്ടുണ്ട്, ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തിനേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് 75,000 രൂപ എന്ത് ചെയ്യണം, സ്കൂളിൽ അടക്കണം എന്നുള്ള ഉത്തരവ് വന്നു. പക്ഷെ അത് പിന്നെ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ കോടതി എന്ത് ചെയ്തത് നിർദ്ദേശപ്രകാരം അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും അമിതമായ സാമ്പത്തിക ഈ നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ് പലതും ചെയ്യുന്നത്. എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒരു ഭാഗത്ത് ഈ വർഗീയവൽക്കരണം പോലെ തന്നെ ഒരു വരേണ്യവൽക്കരണത്തിലേക്കും ഇത് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം വന്നുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ സ്കിൽ ലാബുകൾ വേണമെന്നാണ്. സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ക്ലാസ് റൂമിൻ്റെ വലുപ്പമല്ല, മറിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 14 9 അങ്ങനെ എത്ര വലുപ്പത്തിൽ എന്ത് ചെയ്യണം ഉള്ള മുറിയാകണം. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ഒരു ഓർഡർ വരുമ്പോൾ സാധാരണ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ഇതിന് കഴിയില്ല. അപ്പോൾ അത് സാധ്യമാകാർക്കായിരിക്കും വലിയ സ്കൂളുകൾക്ക്, കണ്ടമാനം പൈസ കയ്യിലുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുക ഇത് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ത് ചെയ്യണം നടപ്പാക്കണം 3 മുതൽ 8 വരെ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പടപടാന്ന് എന്ത് ചെയ്യണം വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആർട്ട് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം പറഞ്ഞു, ഈ വർഷം എന്ത് ചെയ്യുന്നു, സ്പോർട്സ് ഇൻ്റഗ്രേഷൻ നടത്തണം എന്ത് ചെയ്യുന്നു പറയുന്നു. അതുപോലെ എക്സാമുകൾ ആദ്യം എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സിൽ 2 പിന്നെ പേപ്പർ എന്ത് ചെയ്യുന്നു, അത് പിന്നെ സയൻസിലേക്കും സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരുന്നു. ഈ കഴിഞ്ഞ വർഷത്തോടെ എന്ത് ചെയ്യുന്നു 2 എക്സാം പ്രഖ്യാപിക്കുന്നു. അതായത് ഒന്ന് ഫെബ്രുവരിയിൽ നടന്നു, അടുത്തത് മെയ്യിൽ എന്ത് ചെയ്യുന്നു. പിന്നെന്താ വെച്ചാൽ ഇതിന് ഫീ വേണം, 2ാമത്തെ എക്സാമിന് എന്ത് ചെയ്യണം, ഫീ കൊടുക്കുക വേണം. 10 പേപ്പറാക്കാൻ പോകുന്നതാണ്. മൊത്തത്തിൽ എന്ത് ചെയ്യും, 30 ആകുമ്പോഴേക്ക് 10 പേപ്പറാവും. എല്ലാ പേപ്പേഴ്സും എന്തല്ല ബോർഡ് ചെയ്യുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും അത് എഴുതണം, അതിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഇപ്പോൾ എല്ലാവരും വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ, അവരുടെ മാനസിക സമ്മർദ്ദം ഇതൊക്കെ പരിഗണിക്കണം എന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ പരിഷ്കരണം എന്ന് പറയുന്നതാണ് ഈ 3 ലാംഗ്വേജ് സിസ്റ്റം. ഈ 3 ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സംസ്ഥാനങ്ങളൊക്കെ എതിർത്തതാണ്. കാരണം അതിനകത്ത് പറയുന്നത് വെച്ചാൽ 2 നാഷണൽ ലാംഗ്വേജസ് ആവണം, 1 ഫോറിൻ ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. 2 നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴും മലയാളം എടുക്കുമോ? ഇല്ലല്ലോ. ഹിന്ദി. അപ്പോൾ ഒന്ന് ഹിന്ദിയായിട്ട് എന്ത് ചെയ്യും മാറും, മറ്റൊന്ന് അവിടുത്തെ ഭാഷയായിട്ട് മാറും. അപ്പോൾ ഫലത്തിൽ ഈ കുട്ടി ഹിന്ദി പഠിക്കണം, പിന്നെ മലയാളം പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. ഈ 3ഉം പരീക്ഷ എഴുതുകയും വേണം. ഇവിടെ എന്താ വെച്ചാൽ പിന്നെ ഒന്നാമത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ളത് ഒരു സംശയം അതിനകത്ത് ഇല്ല. പക്ഷെ അതിന് പുറമേ ഒരു ഭാഷ തന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ചോളമാണ് ഈ 2-3 ഭാഷ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്തത് എന്താ വെച്ചാൽ ഇത് നേരത്തെ നിർദ്ദേശമായി വന്നു,
പിന്നെ ഒടുവിലത് 6ാം ക്ലാസ് തൊട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളത് വന്നു. അപ്പോൾ അത് 2030 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുള്ളൂ, ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യുന്നു, സർക്കിൾ വരികയാണ്, ഇത്തവണ അത് 9ാം ക്ലാസ്സിൽ നടപ്പാക്കണമെന്ന്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ അതിന് പുസ്തകമുണ്ടോ? പുസ്തകമില്ല. അപ്പോൾ എന്താ പറയുന്നത്, 6ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് വേണ്ട സാധനം വരുമെന്നാണ്. അതിനു പുറമെ എന്താ വെച്ചാൽ ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇത് 9ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ പരിഷ്കരിച്ചു, ആ പുസ്തകങ്ങളിന് കിട്ടിയിട്ടില്ല. അതിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം നെറ്റിലുണ്ട്, സയൻസിൻ്റെ പുസ്തകം നെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ തന്നെയും വരണമെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബറോ ഒക്ടോബറൊക്കെ ആകുന്നതാണ്. ഇത് തന്നെ കുട്ടികളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ ഈ നിർദ്ദേശം തീർന്ന് വരുന്നത്. ഇപ്പം ഇവിടെ പിന്നെ എന്താണ് നമ്മുടെ വേറൊന്ന് സംഭവിച്ചതെന്താ വെച്ചാൽ, അതായത് ഓൺലൈൻ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു +2ൻ്റെ എക്സാമിന്. എന്നുവെച്ചാൽ +2ൻ്റെ കുട്ടികൾ എഴുതുന്ന പേപ്പർ നേരെ സ്കാൻ ചെയ്ത് നേരെ എന്ത് ചെയ്യും, പിന്നെ സെൻറ്ററിലേക്ക് പോകുന്നു. അവിടുന്ന് ഇത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു മാർക്കിംഗ് സ്കീം ഓൾറെഡി ഉണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഇത് മാർക്ക് ഇടുന്നത്. ഒരു അർത്ഥത്തിലൊരു ഡിജിറ്റൽ ഇവാലുവേഷനാണെന്ന് നമുക്ക് പറയാം. ഇതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, നാളിതുവരെ ഇന്ത്യയിൽ മുന്നിൽ നിന്നിരുന്ന കേരള സംസ്ഥാനത്തിൻ്റെ റിസൾട്ട് ഇത്തവണ താഴേക്ക് വന്നു. മൊത്തത്തിൽ റിസൾട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു. മാത്രമല്ല പല കുട്ടികളുടെയും പ്രതീക്ഷയേക്കാൾ വളരെ താഴെയാണ് ഈ മാർക്ക്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീറ്റ് പോലെ തന്നെ ഒരു വിവാദമാകേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ ഒരു അവധാനതയില്ലാതെ വളരെ ഹഫസാഡസ് ആയിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വന്നു, വേണ്ടത് തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും ചോദ്യങ്ങൾ വളരെ ദീർഘമാണ്. ഈ ചോദ്യങ്ങൾ, ദീർഘമായ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഒരു MCQ ഉത്തരം ചെയ്യണം, എഴുതാൻ വേണ്ട സമയത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫലത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം 75% അറ്റൻഡൻസ് വേണമെന്നുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കലിലും തിയറിയിലും 33% മാർക്ക് തീർച്ചൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു 2-3 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന എല്ലാതും കൊണ്ടുവരുന്നത്. സ്കൂളുകളോ അധ്യാപകരോ കുട്ടികളോ രക്ഷിതാക്കളോ സിസ്റ്റമോ ഒന്നും തന്നെ ഇതിനു വേണ്ടി പൂർണ്ണമായും പ്രിപ്പയർഡായിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, വലിയ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടാറ്റയ്ക്കും ബിർളയ്ക്കും ഗോയങ്കയ്ക്കും ഒക്കെ എന്താണ് സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകളെ സംബന്ധിച്ചോളം ഈ പറയുന്നതൊക്കെ കൊണ്ടുവരാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. ഇതുപോലെ തന്നെ ഇപ്പോൾ സൈനിക സ്കൂളുകളുണ്ട്, കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, നവോദയ സ്കൂളുകളുണ്ട്. അവർക്കൊക്കെ സർക്കാർ നേരിട്ട് ഫണ്ട് കൊടുക്കുന്ന സംവിധാനങ്ങളാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റിൻ്റെ ആക്സസിബിലിറ്റി പോലും ഇല്ലാത്ത, ഇവിടെ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ നടത്താൻ പോകുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്, ലാബുകളില്ലാത്ത സ്കൂളുകൾ എത്രയോ ഉണ്ട് ഈ പറയുന്ന CBSE ഇതിൽ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശികമായ ഈ വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള കുട്ടികൾക്ക് ഇതൊന്നും ലഭ്യമാവുകയില്ല. ചിലപ്പോൾ അങ്ങനത്തെ സ്കൂളുകൾ ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ റിന്യൂവൽ കിട്ടില്ല. അപ്പോൾ അത് പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരേണ്യ വിഭാഗത്തിലേക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ചുരുങ്ങുകയും അവർ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നാളെ പിടിമുറുക്കുകയും അങ്ങനെ ഈ ഒരു രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വരാമെന്നും ജോലി നേടാമെന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ വരെ ഒരു പക്ഷേ ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് ഈ പരിഷ്കരണങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ സർക്കാർ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ, ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ CBSE കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പരിഷ്കാരങ്ങളല്ല. എന്നാൽ മറ്റൊരു ഭാഗത്താവട്ടെ സിലബസിലൂടെ കുത്തിക്കയറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി അത് കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഡിവൈഡിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകാൻ പോകുന്നത്. അതെ, വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എപ്പോഴും ഒരു വിവാദ വിഷയമായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ വരുന്ന പല കാര്യങ്ങളും ഒക്കെ ഒരു ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അതിവിവാദമായി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പരിഷ്കാരങ്ങൾ പിന്നെ യാതൊരു ആലോചനയും ഇല്ലാതെ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ, അത് വിദ്യാർത്ഥികളെ തന്നെ
വലിയ തോതിൽ ബാധിക്കുന്നതാണ്. എന്താണ് ഇതിലേക്കൊരു കൂട്ടിച്ചേർക്കലുള്ളത്? അത് പിന്നെ ഇത് ഒന്ന് ഞാൻ 3 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞത് ക്ലോസ് ചെയ്യാം. ഒന്ന്, ഇത് അജണ്ടയാണ്. അതെ. വലിയൊരു ഭാഗം അജണ്ടയാണ്. ഇവിടുത്തെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ്. ഇപ്പോൾ പിന്നെ സാറിവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു ഭാഗം, ഇപ്പോൾ ചരിത്രം, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി കുറേ ഭാഗങ്ങൾ വെട്ടി ഒഴിവാക്കി. പിന്നെ മുഗളന്മാരുടെ ചരിത്രം, ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന ഭാഗം വെട്ടി ഒഴിവാക്കി. അങ്ങനെ ഒട്ടും ഒരു രാജ്യത്തിൻ്റെ പിന്നെ ഭാവിയും കുട്ടികളുടെ ഭാവിയും ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിഷ്കരണങ്ങളെ അല്ല ഇവിടെ നടക്കുന്നത്. ഒന്നതാണ്. രണ്ടാമത്തത്, ഇതിനൊരു കറവ പശുവായി കാണുന്നു. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാണ്. അതെ. എങ്ങനെ കാണുന്നത് നമുക്കറിയില്ല. എല്ലാറ്റിനും ബോർഡിന് പൈസ വേണം. എന്തുമാതിരി വലിയ പൈസയാണ് കുട്ടികളെടുത്തും രക്ഷിതാക്കൾക്കും മാനേജ്മെൻറ്റിനും ഭാരം വരുന്ന രൂപത്തിലുള്ള പണമാണ്. വിദ്യാഭ്യാസം എന്നുള്ള ശരിക്കും സേവന മേഖലയാണ്. ബജറ്റിൻ്റെ വലിയൊരു വിഹിതവും ശരിക്കും ഇതിലേക്ക് നീക്കി വെക്കേണ്ടതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു മുന്നേറ്റവും രാജ്യത്തിൻ്റെ ബേസിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനൊരു കറവ പശുവായി കാണുന്നു, എന്നിട്ട് പരമാവധി പിഴിഞ്ഞെടുക്കുന്നു. മൂന്നാമത്തത്, നമ്മളിവിടെ ചർച്ച ചെയ്ത കുട്ടികളെ ഗിനിപ്പന്നികളെ പോലെ ആണ് പലപ്പോഴും കാണുന്നത്. ഒക്കെ പരീക്ഷിക്കണം. അത് പലപ്പോഴും നമ്മുടെ കേരള വിദ്യാഭ്യാസ രംഗത്തും പുതിയ ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആലോചനകളില്ലാത്ത പരിഷ്കരണങ്ങൾ അതൊരിക്കലും വിദ്യാഭ്യാസ രംഗത്തെ കരിക്കുലം മാറ്റങ്ങൾ, പാഠപുസ്തക മാറ്റങ്ങൾ, ഇതൊക്കെ തീർത്തും സുചിന്തിതമായി ചെയ്യേണ്ട സംഗതിയാണ്. ഭയങ്കരമായ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം ചെയ്യേണ്ട സംഗതിയാണ്. പാഠപുസ്തകങ്ങളുടെയൊക്കെ പരിഷ്കരണങ്ങൾ എങ്ങനെ നടന്നെന്ന് നമുക്കറിയാം. ഭൂരിഭാഗവും അവനവൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് നിലനിൽക്കുന്ന ആളുകളെയാണ് ടെക്സ്റ്റ് ബുക്ക് സമിതികളിലേക്കും കരിക്കുലം കമ്മിറ്റികളിലേക്കും ഒക്കെ എടുക്കുക. ഒരു മിനിമം ചർച്ച നടന്ന് ജെൻഡറൊക്കെ ഇഷ്യൂക്കായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ചർച്ചകൾ എന്താണ്ടായി എന്നുള്ളത് അതിൽ ഏറ്റവും അധികം അറിയാവുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതേ അവസ്ഥയാണ് പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള ഒരു അജണ്ട വെച്ച് പരിഷ്കരണം നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ആവശ്യങ്ങളെ, വിവിധ പ്രദേശങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ കരിക്കുലമോ സംവിധാനങ്ങളോ അല്ല ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തമിഴ്നാട് 2 ഭാഷ മതി എന്നവർ തീരുമാനമെടുത്തു. കർണാടക ആ നിലക്കുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി. പിന്നെ അവർക്ക് ഈ ത്രിഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തീരുമാനമെടുത്തു. ഇനി ഇത് പൂർണ്ണമായും കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് മാറും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. ഇപ്പോൾ പോണ്ടിച്ചേരിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഫ്രഞ്ചുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു ആവശ്യം അവർക്കുണ്ട്. അതവിടെ പരിഗണിക്കപ്പെടേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അറബി ഭാഷാ പഠനത്തിന് വലിയ ഒരു ചരിത്രമുണ്ട്. ഇവിടെ വളരെ വലിയ രൂപത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വലിയ സിസ്റ്റമാണത്. 10,000 അധ്യാപകർ ആ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് കുട്ടികൾ എവിടുന്ന് KG മുതൽ +2 വരെ, ഡിഗ്രി ഉൾപ്പെടെ PG വരെയുള്ള തലങ്ങളിൽ വളരെ നന്നായി പഠിക്കുകയും അതിൻ്റെ തൊഴിൽ സാധ്യതകളെ വളരെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് കേരളത്തിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ GCCയിലൊക്കെ പോയാൽ അവരുടെ കോടതികളിൽ, അവിടുത്തെ പത്രങ്ങളിൽ, അവിടുത്തെ ഓഫീസുകളിൽ എല്ലാം ഇവിടുന്ന് അറബി ഭാഷ പഠിച്ച ആളുകൾ പിന്നെ ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫ്രഞ്ച് പരിഗണിക്കപ്പെടേണ്ടതുപോലെ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് പോയാൽ അവിടെ വേറൊന്നായിരിക്കും പരിഗണിക്കപ്പെടേണ്ടി വരിക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയും അറിഞ്ഞും ഉള്ള അല്ലെങ്കിൽ ആ നിലക്കുള്ള പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പരിഷ്കരണത്തിനപ്പുറമുള്ള, നേരത്തെ പറഞ്ഞതുപോലെ സംസ്കൃതത്തെ മുന്നോട്ട് വെച്ച് ഒരു വരേണ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു പരിഷ്കരണമാണ്. അതുകൊണ്ട് പോസിറ്റീവായി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്നേ പറയണം.